ഈ നാടിനെ മാറ്റണം, ഈ നാടിനെ മാറ്റിമറിക്കണം. 1956 മുതൽ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് വലതുപക്ഷക്കാരനും ഇടതുപക്ഷക്കാരനും ഒരുമിച്ച് മാറി മാറി നിങ്ങൾ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്തു. ആ ഭരണകൂടത്തിന് നിങ്ങൾ നേതൃത്വം കൊടുത്തപ്പോ ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവ് കേരള നിയമസഭയുടെ അകത്തെണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞില്ല? എന്താണെന്നറിയുമോ? ശബരിമലയിൽ നിന്ന് കൊടുത്ത പുണ്യാഹമുണ്ടല്ലോ, ആ പുണ്യാഹം തീർത്ഥം തൃശൂർക്കാരനായിട്ടുള്ള മന്ത്രി രാധാകൃഷ്ണൻ തന്റെ കയ്യിൽ വാങ്ങിക്കൊണ്ട് അത് താഴേക്ക് വലിച്ചെറിഞ്ഞതിനു ശേഷം ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ വെള്ളമൊന്നും കുടിക്കില്ല എന്നാണ്. മിസ്റ്റർ രാധാകൃഷ്ണൻ, ശബരിമലയെ നിങ്ങൾക്ക് പരിപാലിക്കാൻ സാധ്യമല്ലെങ്കിൽ, തീർത്ഥം നിങ്ങൾക്ക് വേദനാജനകമാണെങ്കിൽ, നാണമുണ്ടോ നിങ്ങൾക്ക് ഈ മന്ത്രി കസേരയിൽ ഇരിക്കാൻ എന്നുള്ള ചോദ്യം എന്റെ അമ്മമാർക്ക് വേണ്ടി ഞാൻ ഇവിടെ മുന്നോട്ട് വെക്കുകയാണ്. ഒഴിയണം മിസ്റ്റർ. ഇവിടത്തെ ഭണ്ഡാരപ്പെട്ടികളിൽ പാവപ്പെട്ടവൻ അർപ്പിച്ചിട്ടുള്ള കാണിക്ക അത് എണ്ണിയെടുത്തുകൊണ്ട് അത് നിങ്ങൾ വാരിക്കൂട്ടിക്കൊണ്ട് നിങ്ങൾ സുഖസൗകര്യമായി മന്ത്രിയായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാധ്യതയാണ് എല്ലാ ക്ഷേത്രങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളത്. ഞാൻ നിർത്തുകയാണ്. മറ്റൊരു മന്ത്രി സജി ചെറിയാനാണ്. സജി ചെറിയാനാണ് അത്രേ സാംസ്കാരിക വകുപ്പ് മന്ത്രി. സജി ചെറിയാന്റെ സംസ്കാരം നമ്മൾ കണ്ടു. സജി ചെറിയാനെ സംസ്കാരം കൂടുതൽ ഇല്ലാതാക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷാംഗങ്ങളും കൂടിയിട്ടാണ്. പ്രതികരണശേഷിയില്ലാത്ത പ്രതിപക്ഷം. സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇന്ത്യൻ ഭരണഘടന, എത്രയോ ആളുകൾ, ധീരദേശാഭിമാനികൾ ഈ രാജ്യത്തിന് വേണ്ടി പോരാട്ടം നടത്തിയിട്ട് വീരനായിട്ടുള്ള ഭഗത് സിംഗനും രാജഗുരുവും സുഖദേവും ഉൾപ്പെടെയുള്ളവര് ജയിലടികൾക്കകത്തായിട്ട് അവരെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ച ദിവസം രാവിലെ പോലീസ് അധികാരികൾ ചോദിച്ചു, നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്താണ്? നിങ്ങൾക്ക് അവസാനം ഏതു ഭക്ഷണമാണ് കഴിക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് വീരനായിട്ടുള്ള ഭഗത് സിംഗൻ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? എനിക്കൊരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഞാനും സുഖദേവും രാജഗുരുവും ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മുന്നിൽ പോരാട്ടം നടത്തിക്കൊണ്ട് അവരുടെ മുന്നിൽ വിരിമാറ് കാണിച്ചു കൊടുത്തുകൊണ്ട് കൊലക്കയറിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുമ്പോ ബ്രിട്ടന്റെ ഒരൊറ്റ പോലീസും എന്റെ ശരീരത്തിൽ കൈവെക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ച വീരനായിട്ടുള്ള ഭഗത് സിംഗിന്റെ നാട്ടുകാരാണ് നമ്മൾ. അതുകൊണ്ട് അമ്മമാർ, സഹോദരിമാർ റാണി ലക്ഷ്മിബായിയുടെ പരമ്പരയിൽപ്പെട്ടവരാണ്. നിങ്ങൾ ഓരോരുത്തരും റാണി ലക്ഷ്മിയാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ നാടിന്റെ കരുത്താണ്. ശ്രീമാൻ നരേന്ദ്രമോദിജിയെ സംബന്ധിച്ച് അദ്ദേഹത്തിനുണ്ടല്ലോ ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ പോലെയുള്ള ആളുകൾ ഇരിക്കുന്ന കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വരുമ്പോ സാമ്പത്തിക മേഖലയെ മുന്നോട്ട് നയിക്കാൻ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹനിധിയായിട്ടുള്ള കലാ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ശോഭന ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവരെ നമ്മൾ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഞാനും നിങ്ങളും ഈ വടക്കുന്നാഥന്റെ മണ്ണിലെടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. തൃശ്ശൂരിലെ ജനങ്ങളോട്, ജനാധിപത്യ വിശ്വാസികളോട്, എൻ്റെ സ്വന്തം നാട്ടുകാരോട് എനിക്കൊരു അപേക്ഷയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ, നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി പോരാടാൻ, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു നല്ലവനായ മനുഷ്യൻ ശ്രീമാൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഞങ്ങളുടെ സഹോദരൻ, നിങ്ങളുടെ മകൻ, നിങ്ങളുടെ അനുജൻ, നിങ്ങളുടെ കുട്ടികളുടെ അച്ഛനായി വർത്തിക്കാൻ കെൽപ്പുള്ള മനുഷ്യൻ, അദ്ദേഹത്തെ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഇഷ്ടമാണ്. പിണറായി, തൃശ്ശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയാണ്. കാരണം അദ്ദേഹം വിജയശ്രീലാളിതനായി മുന്നോട്ട് പോയാൽ, അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയായിട്ട് അദ്ദേഹം തിരിച്ച് ഈ ശക്തന്റെ മണ്ണിലേക്ക് തിരിച്ചു വരുമെന്നുള്ളത് എന്റെയും അമ്മമാരുടെയും വാക്കാണ്. മാത്രമല്ല, തൃശ്ശൂരിലെ ജനാധിപത്യ വിശ്വാസികളോടൊപ്പം നിങ്ങളുടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഏതുമാകട്ടെ, നമ്മൾ ഒറ്റക്കെട്ടായി ഈ തൃശ്ശൂരിന്റെ ഐക്യത്തിന് വേണ്ടി പോരാടും, ഉന്നതിക്ക് വേണ്ടി പോരാടും. നിങ്ങളുടെ മകനായി സ്വീകരിക്കുക ശ്രീമാൻ സുരേഷ് ഗോപിയെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ആരാധനായ ശ്രീമാൻ നരേന്ദ്രമോദി, അദ്ദേഹത്തിന്റെ വരവെന്ന് പറയുന്നത് ആറാം തമ്പുരാന്റെ വരവ് പോലുള്ള ഒരു വരവാണ്. ആ വരവിനെ സ്വീകരിക്കാൻ, കാണാൻ, കേൾക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ അമ്മമാർക്കും, ജനാധിപത്യ വിശ്വാസികൾക്കും, ജനാധിപത്യ കേരളത്തിനും എൻ്റെ ഹൃദയത്തിന്റെ പേരിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.